കാനഡയിലെ പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ മൂന്നാം ദിവസമായ ജൂലൈ 26-ന് എഡ്മണ്ടണിലെ കോമൺവെൽത്ത് സ്റ്റേഡിയത്തിൽ ഫ്രാൻസിസ് പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചത് 50,000 വിശ്വാസികൾ. കാനഡയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ തദ്ദേശീയ വിശ്വാസികളോട് വയോധികരുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പാപ്പ പ്രധാനമായും സംസാരിച്ചത്. ജൂലൈ 26 പരിശുദ്ധ കന്യകാമാതാവിന്റെ മാതാപിതാക്കളായ വിശുദ്ധ യോവാക്കീം, വിശുദ്ധ അന്ന എന്നിവരുടെ തിരുനാൾ ദിനവുമായി ബന്ധപ്പെട്ട് വയോധികർ ഏറ്റവും ബഹുമാനം അർഹിക്കുന്നവരാണെന്നും സ്നേഹത്തോടെ വിശ്വാസം എങ്ങനെ പുതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാം എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണെന്നും പാപ്പ പറഞ്ഞു. No encadenar jamás la libertad de los que tenemos cerca y sobre todo no dejar nunca de amar y respetar a las personas que nos precedieron y nos han sido confiadas, tesoros preciosos que custodian una historia más grande que ellos mismos. സുവിശേഷത്തെ നാം ശ്വസിച്ചത് നമ്മുടെ മുത്തശ്ശിമുത്തശ്ശന്മാരിൽ നിന്നാണെന്നും വിശ്വാസം നമ്മളിലേക്ക് കൈമാറ്റപ്പെട്ടത് അവരുടെ സ്നേഹം, കരുതൽ, പ്രോത്സാഹനം എന്നിവ വഴിയാണെന്നും പാപ്പ വ്യക്തമാക്കി. മുൻ തലമുറകൾ ചെയ്ത ത്യാഗങ്ങൾ തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ കൈമാറിയ വിശ്വാസമെന്ന നിധി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പാപ്പ ഓർമ്മപ്പെടുത്തി. തുടർന്ന് അൽബർട്ടയിൽ സ്ഥിതി ചെയ്യുന്ന തദ്ദേശീയരുടെ തീർത്ഥാടന കേന്ദ്രമായ ലാക് സെന്റ് ആനിയിലേക്ക് പാപ്പ തീർത്ഥാടനം നടത്തി. ലാക് സെന്റ് ആനി സന്ദർശിക്കാനെത്തിയ പാപ്പയെ തദ്ദേശീയർ പരമ്പരാഗത ഗാനം ആലപിച്ചാണ് സ്വീകരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.